ഹലോ ഹായ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമായിരിക്കും എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന്. വേറെ ഒന്നും ഇല്ല, നമ്മൾ കഴിഞ്ഞ 4 ചാപ്റ്റേഴ്സിന് ചെയ്ത പോലെ സംഭവം ചെയ്യാൻ തന്നെയാണ് മിസ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾ ഇനി വിചാരിക്കും ഞാൻ 4 വീഡിയോസ് കണ്ടിട്ട് മാത്രമേ ഇത് കാണാൻ പറ്റൂ, അങ്ങനൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളാണെങ്കിലും ഞാൻ പറഞ്ഞു തരാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ചില പോർഷൻസ് കാണും, പഠിച്ചേ പറ്റത്തുള്ളൂ, വിടരുത്. നമ്മൾക്കിങ്ങനെ വിരി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് വെക്കുന്ന ചില പോർഷൻസ് ആണല്ലേ. ചില പോർഷൻസ് ചില വർഷങ്ങളിൽ ചോദിക്കും, ചില വർഷങ്ങളിൽ ചോദിക്കത്തില്ല. അങ്ങനെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലേ. പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ വിടാന്ന് പറ്റാ, അത് പറ്റുമോ എന്ന് വെച്ചാൽ അതുമില്ല. പക്ഷെ പഠിച്ച അങ്ങനെ അതിൻ്റെ ടൈം കളയണമെന്ന് വെച്ചാൽ അതുമില്ല. അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് മോഡൽ എക്സാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ദിവസം 2 വിഷയങ്ങളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തലേന്ന് പോയിരുന്നിട്ടും നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിനും എല്ലാം ഇരുന്ന് പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ എനിക്ക് തള്ളാൻ പറ്റും. നിങ്ങളെല്ലാം നോക്കിയിട്ട് പോകണം, ഏതും മേടിക്കാം, ഇവിടെ നിന്നും ചോദിക്കാമെന്നൊക്കെ പറയാം. പക്ഷെ ഒരു റിയാലിറ്റി ചെക്ക് എന്നൊക്കെ പറയുന്ന പോലെ നടക്കുന്ന കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്, അല്ലെങ്കിൽ വിടാതെ പഠിക്കേണ്ടത് ഏതാണ്, അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിൽ പഠിക്കേണ്ടത് ഏതാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വിടേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാമെന്നുള്ളത്. അതാണ് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മിസ്സ് ഇന്ന് പറയാൻ പോകുന്നതും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഒരു 3 സംഭവങ്ങളൊക്കെ മിസ്സ് കൊടുത്തിട്ടുണ്ട്. സണ്ണ്, സ്റ്റാർ, മൂൺ എന്നുള്ള രീതിയിൽ. ഒന്നുമല്ല, വേറൊന്നുമല്ല, ഈ സണ്ണെന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിടാനേ പാടില്ലാത്തതാണ്. ഓക്കെ, എന്തൊക്കെ വന്നാലും പഠിച്ചിട്ട് പോവുക. തലേന്ന് ടൈം ഇല്ലെങ്കിൽ പോലും ടൈം കണ്ടെത്തി പഠിക്കേണ്ട പോർഷൻസ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. സ്റ്റാർ എന്നും പറഞ്ഞെടുത്ത് കൊടുത്തേക്കുന്നതാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 1 വർഷം ചോദിക്കും, ചിലപ്പോൾ 2 വർഷം ചോദിക്കത്തില്ല, പിന്നെ ഒരു 5 വർഷം അടുപ്പിച്ച് ചോദിക്കും. അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് ഉണ്ടല്ലോ, നമുക്ക് വിടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഠിക്കുകയും വേണം. എന്നാൽ അങ്ങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലും ഇത് മസ്റ്റ് പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യനാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചോദിച്ചിട്ടില്ല എന്ന് മിസ് പറയൂല, ചോദിച്ചിട്ടുണ്ട് പല വർഷങ്ങളിലും. ചിലപ്പം എന്താ പറയുക, ഇടയ്ക്കൊക്കെ ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം അത് സിലബസിൻ്റെ പാർട്ടാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ എന്താ പറയുക, കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് അല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് മിസ്സ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ബാക്കി 4 വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഇല്ലാത്തവരാണെങ്കിൽ നോ പ്രോബ്ലം. ഇതാണ് മിസ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തൊണ്ട പോയിരിക്കുവാണെന്നറിയാം, ആരും പേടിക്കണ്ട. ഓക്കെ, പുതിയ വർഷം തുടങ്ങിയതിന് ശേഷം കിട്ടിയ ഗിഫ്റ്റാണ്. നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ട് ഇതാണ് അവസ്ഥ. എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്നവരെല്ലാം ചുമയും കുറേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് പേടിക്കണ്ട, ഒന്നുമില്ല, മിസ്സിന് മാറും എന്നാണ് മിസ്സിൻ്റെയും വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടോപ്പിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അടുത്തത് നോക്കാം. യെസ്, ഇത് മിസ്സും ഒരു 2008-9 തൊട്ട് 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട്, ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് MCQ വന്നിട്ടുണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ലോങ് ആൻസർ വന്നിട്ടുണ്ട്, എസ്സേ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. ഓക്കെ, അത് ഞാൻ പറയുന്നു എക്സാക്റ്റ് അല്ല, എറൗണ്ടാണ്. മിസ് ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയതിൽ വെച്ചിട്ട്, ഒന്ന് എണ്ണി നോക്കിയതിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പം ഇതിൽ നിന്ന് മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ 2009-8 തൊട്ടുള്ള വർഷങ്ങളിലുള്ളതാണ്. ഓക്കെ, 2-3 വർഷത്തെ കാര്യമല്ല, മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ഒരു എക്സാം പാറ്റേൺ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ചില ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എസ്സേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, എസ്സേ എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. ചിലത് നീ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 മാർക്ക് എന്നുള്ള രീതിയിൽ മാക്സിമം ചോദിക്കുന്നത് കാണും. ചിലപ്പോൾ 1 മാർക്കിൻ്റെ എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സിലും കാണും.
ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും ഏതായാലും 1 മാർക്കിൻ്റെ എന്തായാലും നമുക്ക് കാണും. പക്ഷേ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ചിലത് 2 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. സോ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് ഇങ്ങനൊരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് അറൗണ്ട് ഫിഗർ ആണ്, എക്സാക്ട് ഫിഗർ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പം MCQ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ടോട്ടലി ഇത്രയും വർഷത്തിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് മാത്രമേ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ 100% ഷുവറായിട്ട് ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം. 2 മാർക്കിൻ്റെ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഇത്രയും വർഷത്തിൽ വെച്ച് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ 2 മാർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസും കുറവാണ്. ഓക്കെ, ഇത്രയും വർഷത്തിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 3 മാർക്കിൻ്റെയൊക്കെ 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, കൂടുതലും ബാക്കി ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ 2 മാർക്ക് 3 മാർക്കിൻ്റെയും വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്കാണ്. ഓക്കെ, 4 മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 5 ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ 6 ചോദിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊക്കെ അത്രേ ഉള്ളൂ എന്ന് അങ്ങനെ വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ 2008-9 തൊട്ട് ഈ വർഷം വരെ ഉള്ളതാണ്. അപ്പോൾ ആ വർഷങ്ങളിലെല്ലാം എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ 6 മാർക്കിൻ്റെ ഒന്നും ഇപ്പം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് 5 മാർക്കാണ് വരുന്നത്, പിന്നെ essay ആണ് വരുന്നത്. അപ്പം പാറ്റേണും ക്വസ്റ്റ്യൻ്റെ എന്താ പറയുക മാർക്കിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ അതെല്ലാം ഇരുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്കിൻ്റെ നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, 5 മാർക്കിൻ്റെ ഒക്കെ നോക്കിയാൽ മതി, 16 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, 4 മാർക്കും 6 മാർക്കും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. കാരണം കഴിഞ്ഞ വർഷങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ നോക്കുമ്പോൾ ഈ 6 മാർക്കിൻ്റെ ഉണ്ട്. ഇപ്പം നമുക്ക് 6 മാർക്കിൻ്റെ അങ്ങനെ കാണാറില്ല. ഓക്കെ, അപ്പോൾ 5 മാർക്കിൻ്റെ ആയാലും 6 മാർക്കിൻ്റെ ആണെങ്കിൽ 4 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ആ ലെവലിൽ വേണം ഒന്ന് കൂടുതൽ പഠിച്ചിട്ട് പോവാൻ. ഓക്കെ, അടുത്ത് നോക്കാം. essay ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് essay കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററിൽ 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ കോൺസെൻട്രേറ്റ്. ഇതാണ് മിസ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് വേണം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകാൻ. ഓക്കെ, വെയിറ്റേജും നോക്കണം. ഓക്കെ, സിലബസും നോക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടുക എന്നുള്ളത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മെയിൻ എക്സാം വരുമ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വിഷയമുള്ള കാര്യമില്ല, നമ്മളെല്ലാം പഠിച്ചിട്ട് പോകും. ഓക്കെ, അതൊന്നും ഒരു വിഷയമല്ല, കാരണം നമുക്ക് എല്ലാം പഠിച്ചിട്ട് പോയേ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ മോഡൽ എക്സാമിന് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് തന്നെ പഠിച്ചിട്ട് പോകണം, അല്ലാതെ നമുക്ക് ടൈം കിട്ടൂല. ഓക്കെ, എല്ലാം കൂടെ വലിച്ചു വാരി പഠിച്ചിട്ട് പോയാൽ സമയം കിട്ടൂല, ഉറപ്പാണ്. 2 വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിക്കാനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു പോകാൻ. ഓക്കെ, ബാക്കി 4 ചാപ്റ്റേഴ്സിൻ്റെയും മിസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണാം. ഓക്കെ, യെസ്, ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഇസ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നുന്നു 1 മാർക്കിന് എന്തോ അങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട് ഏതൊരു വർഷം. ഓക്കെ, കൂടുതലും അല്ലാതെ ചോദിച്ചിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ MCQ നമ്മൾ നേരത്തെ കണ്ട പോലെ 8 ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഇത് വെച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ലൈക്ക് ഒരു പാസ്ബുക്കിൻ്റെ ബാലൻസും അതേപോലെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡറും ആരാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് 8 ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് മിസ് പ്രത്യേകിച്ചൊന്നും ഇടാഞ്ഞത്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എല്ലാം പഠിക്കണം എന്നുള്ളതാണ്, വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഇങ്ങനെയൊക്കെ ഉള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്കങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു സംഭവമില്ല. പ്രോബ്ലം പഠിച്ചാൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രാക്ടിക്കൽ ലെവൽ എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മാർക്കിനാണെങ്കിലും 2 മാർക്കിനാണെങ്കിലും 3 മാർക്കിനാണെങ്കിലും എത്ര മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്,
അടുത്ത് നോക്കുക, ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, നെയ്മസ് 3 സണ്ണ് വെച്ചിട്ടുണ്ട്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പ്രോബ്ലം ബേസിസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻസും സംഭവവും കാര്യങ്ങളുമാണ്. പിന്നെ ഇതിൽ നിന്നും തിയറി എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ നീഡ് ഓഫ് BRS ആണ്. ഓക്കെ, നീഡ് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ടൈമിങ് ഡിഫറൻസസ് എന്തൊക്കെ കൊണ്ടായിരിക്കും ടൈമിങ് ഡിഫറൻസ് വരുന്നത്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എറേഴ്സും ഓക്കെ, അതൊക്കെ തിയറി പോലെ ഈ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മതി. Give any 2 situations which increases the passbook balance. Okay, the overdraft as well passbook കൂട്ടുന്ന 2 ഐറ്റംസ്, എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും പാസ്ബുക്കും ഡിഫറൻസ് വരുന്നത്, വീണ്ടും കോസസ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ഓക്കെ, ദ നീഡ് ഫോർ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഇത് തിയറി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് കൂടുതലൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനില്ല. ഓക്കെ, പിന്നെ കൂടുതൽ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ 4 മാർക്ക് കണ്ട എല്ലാം ശ്രദ്ധിച്ചാൽ മതി. 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് തിയറി വരുന്നത്. ഓക്കെ, ഇതേപോലെ പ്രോബ്ലംസും ഇതിൽ നിന്ന് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, എസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, ഇതിൽ നിന്ന് എസ് ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനിയാണെങ്കിലും നമുക്കത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം ഈ ഒരു ചാപ്റ്റർ പഠിച്ചു പോകാൻ. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുന്നു, വലിച്ചു വാരി പഠിക്കുന്നതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഏരിയാസ് കണ്ടുപിടിച്ച് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നും. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണം, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, എങ്ങനെ പഠിക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസാണ് പഠിക്കണം എന്നുള്ളതിൻ്റെ നമ്മൾ എല്ലാ വിഷയങ്ങളുടെയും ചെയ്യുന്നുണ്ട്. ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മാത്സ്. അപ്പം അതൊക്കെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.